ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിന്റെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് AE ഓവർസിയർ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. എക്സാംസിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് എല്ലാം മന്ത് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പം AE ഓവർസിയർ ഗ്രേഡ് 1 എക്സാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപോലെ കുറേ സബ്ജക്ട്സും ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന 2 എക്സാംസ് ആണ്. അപ്പോൾ ഈ എക്സാംസിന് തയ്യാറെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് AE ഓവർസിയർ എക്സാംസിന് ഒരുമിച്ച് തയ്യാറെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തിയറി പഠിച്ചാൽ കൂടുതലും പേരും ഫ്രഷേഴ്സ് ആയിരിക്കാം, ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പം ചിലപ്പോൾ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഒരു BTechന് 4 വർഷം കൊണ്ട് പഠിച്ച എല്ലാ തിയറി നമുക്ക് ഈ എക്സാംസിന് വേണോ, അല്ലെങ്കിൽ ആ തിയറിറ്റിക്കലായിട്ട് പഠിച്ച പോലെയാണോ എക്സാംസിന് വേണ്ടത്, അതിന് MCQസിലോട്ട് വരുമ്പോൾ എന്താണ് വ്യത്യാസം, എന്താണ് പഠിക്കേണ്ടത്, എന്താണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, ഇതിനെക്കുറിച്ച് ആ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. അപ്പം ഈ ഐഡിയ ആണ് നമ്മൾ കോച്ചിങ്ങിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അതായത് നമുക്ക് എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവ് എക്സാംസും ഡിസ്ക്രിപ്റ്റീവ് എക്സാംസും തമ്മിലുള്ള വ്യത്യാസം, അവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലാണ് നമുക്ക് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റുക തുടങ്ങിയ ഐഡിയാസ്, പഠിക്കേണ്ടതും പഠിക്കേണ്ടാത്തതും ആയ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് തരികയാണ് നമ്മൾ നിങ്ങൾക്ക് തരും. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു ക്ലാസ്, വാട്ട് എവർ ക്ലാസ്സസ് യു ആർ ചൂസിങ്, ഒരു നോട്ട്സ് ഉണ്ടായിരിക്കണം, പ്രോപ്പറായിട്ട് നോട്ട് ഉണ്ടായിരിക്കും. ആ നോട്ട് എന്ന് പറയുന്നത് ഈച്ച് ആൻഡ് എവറിത്തിങ് അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സർവേയിങ്ങിൽ ചെയിൻ സർവേയിങ് എടുത്തു കഴിഞ്ഞാൽ ചെയിൻ സർവേയിൽ നമ്മൾ എക്സാംസിന് ബേസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടും ചെറുതായിട്ട് പലപ്പോഴും ഒക്കെ ചോദിക്കുന്ന ടോപ്പിക്സ് കാണുമല്ലോ, പോയിന്റ്സ് കാണുമല്ലോ, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത നോട്ട്സ് ആണ് ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മുടെ കയ്യിൽ വേണ്ടത്. അപ്പോൾ ഈ നോട്ട്സ് നമ്മൾ ക്ലാസ് കണ്ടിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന, ക്ലാസ് കേട്ട് എഴുതിയെടുക്കുന്ന നോട്ട്സ് ആയിരിക്കണം ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. അതിനുശേഷം നിങ്ങൾ അതിനകത്ത് ഇപ്പം നമ്മുടെ ഫോർമുലാസ് ഉള്ള ടോപ്പിക്സ് ഉണ്ട്, കംപ്ലീറ്റ്ലി തിയറി മാത്രമുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പം തിയറി മാത്രമുള്ള ടോപ്പിക്സ് ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് പഠിക്കുക. അതുപോലെ തന്നെ രസകരമായ എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡുമായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കുക, ഷോർട്ട് കട്ട്സ് ഉണ്ടാക്കി പഠിക്കുക. ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ഇപ്പോൾ സിനിമയൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അതുമായിട്ട് ക്ലബ് ചെയ്ത് പഠിക്കുക. അങ്ങനെ പല രസകരമായ രീതിയിലൂടെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അങ്ങനെ ഓർത്ത് വെക്കാനും പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് പ്രോബ്ലമാറ്റിക് സബ്ജക്ട്സിലേക്ക് വരുമ്പോൾ ഫോർമുലാസ് ഉണ്ട്. ഫോർമുലാസ് AE എക്സാംസിനെ സംബന്ധിച്ച് ഒരു വില്ലൻ തന്നെയാണ്. ബിക്കോസ് നമുക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്ത് പ്രോബ്ലത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഫോർമുല ഓർത്തെടുക്കുകയാണ്. ഫോർമുല അവിടെ കിട്ടിയില്ലെങ്കിൽ അവിടെ നമുക്ക് ടെൻഷനായി, അവിടെ കുറേ സമയം പോകും, നമ്മൾ ചെയ്യുന്ന തെറ്റാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. സോ ഫോർമുലാസ് സെപ്പറേറ്റ്ലി പഠിക്കുക തന്നെ വേണം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, പിന്നെ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, ഇങ്ങനെ നമുക്ക് ഫോർമുലാസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരുപാട് സബ്ജക്ട്സ് ഉണ്ട്. അതിൽ നുക്ക് ആൻഡ് കോർണറിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുമുണ്ട്. സോ ഈ ഫോർമുലാസ് ഇത്രയും എഴുതി വെക്കുക, കംപ്ലീറ്റ്ലി വീണ്ടും റിവൈസ് ചെയ്യുക. ഫോർമുലാസ് നിങ്ങൾക്ക് ചില ഫോർമുലാസ് ഇഷ്ടമില്ലാതെ പെട്ടെന്ന് മറന്നു പോകുന്ന കാണും. ആ മറന്നു പോകുന്നത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് ഏതെങ്കിലും കളർ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പഠിച്ച് അത് വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കണം. ബിക്കോസ് ഫോർമുലാസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർമുലാസ് നമുക്ക് എളുപ്പമായിട്ട് തോന്നാം, കാണുമ്പോൾ ഒരു ചെറിയ ഓർമ്മയാണ്, പക്ഷെ അടച്ചു വെച്ചിട്ട് മെമ്മറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഫോർമുലാസ്. ഇനി അടുത്തത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ കേസിലേക്ക് വരുമ്പോൾ AE എക്സാംസിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. AE എക്സാംസിന്റെ കേസിൽ ഞാൻ പറഞ്ഞു, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രം നമുക്ക് കൈവശപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ ചോദിക്കാൻ പറ്റുന്ന സകലമാന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും എടുക്കുക. അത് ഒരു തവണ ചെയ്യുക. ചിലപ്പോൾ നിങ്ങളൊരു 50 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഒരു 5-10 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ടായിരിക്കും. അത് ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് പറ്റാത്തതായിരിക്കും. അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. എവിടെ നോട്ട് ചെയ്ത് വെക്കും? ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്ക് ഒരു നോട്ട്സ് ഉണ്ടായിരിക്കണം, ക്ലാസ് കണ്ട് എഴുതിയെടുക്കുന്ന നോട്ട്. രണ്ടാമതായി നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരാളാണ് ഷോർട്ട് നോട്ട്സ്. ഈ ഷോർട്ട് നോട്ട്സിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ നോട്ട് പോലെ എലാബറേറ്റ് ആയിട്ട് ഒന്നും എഴുതരുത്. അതായത് ഇപ്പോൾ ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് ക്ലാസ്സിൽ പറയുന്ന പോയിന്റുകൾ, പിന്നെ നിങ്ങൾക്ക് മറന്നു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര പഠിച്ചാലും തലയിൽ നിൽക്കാത്തതായിട്ട് കുറച്ച് പോയിന്റ്സ് കാണും. ആ പോയിന്റ്സ്, ഫോർമുലാസ്, പിന്നെ നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആൻസർ കിട്ടാത്ത പ്രോബ്ലംസ് ഉണ്ടായിരിക്കും, അത് ഒക്കെ നോട്ട് ചെയ്ത് വെക്കേണ്ട നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സ്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഷോർട്ട് ഇൻ ദ സെൻസ് മെയിൻ നോട്ട് പോലെ എല്ലാ പോയിന്റുകളും വേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വേണം, നിങ്ങൾ മറന്നു പോകുന്ന പോയിന്റ്സ് വേണം, അതുപോലെ തന്നെ നിങ്ങൾ തെറ്റിക്കുന്ന പ്രോബ്ലംസും ഇതെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്ത്, നിങ്ങൾ മറന്നു പോകുന്ന ഫോർമുലാസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സ്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പം ഒരു തവണ ഒരു 50 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആ 50 ക്വസ്റ്റ്യൻ പിന്നെ അങ്ങ് വിട്ട് കളയല്ല. ഈ 50 ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും ചെയ്ത് അതിൽ നമ്മൾ മാസ്റ്റർ ചെയ്തെടുക്കുക എന്നുള്ള കാര്യം.
ഓക്കെ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എങ്ങനത്തെ ടൈപ്പാണ് ചോദിക്കുന്നത്. അപ്പം AE എക്സാമിന് പഠിക്കുന്ന ഒരു വ്യക്തി ചെയ്തിരിക്കേണ്ട 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSC JE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ഗേറ്റിന്റെ PYQs, ESEയുടെ പ്രിലിംസ്. ഇത് കൂടാണ്ട് അതർ സ്റ്റേറ്റ്, നമ്മുടെ ഇന്ത്യയിലുള്ള വേറെ സ്റ്റേറ്റിന്റെ AE JE എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ PYQs ചെയ്തിരിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ട് തന്നെ പോകണം. ഈ എക്സാംസിൽ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് തന്നെ പോകണം. ഇതിൽ ഓവർസിയർ ഗ്രേഡ് 1 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ SSC JEയുടെ PYQs ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ അതർ സ്റ്റേറ്റിന്റെ JE ലെവലിലുള്ള PYQs ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പം AE ലെവലിൽ പഠിക്കുന്നവർ ഗേറ്റിന്റെ PYQs, ESEയുടെ പ്രിലിംസ്, അതർ സ്റ്റേറ്റിന്റെ AE JE ക്വസ്റ്റ്യൻസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിന് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട SSC JE PYQs, അതർ സ്റ്റേറ്റിന്റെ JE ലെവലിലുള്ള PYQs ഇത്രയും ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ചെയ്താൽ മതിയാവും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ടോപ്പിക്കിൽ നിന്ന് മിനിമം 300-400 ക്വസ്റ്റ്യൻസ് കിട്ടിക്കോളും. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞിപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് ക്ലാസ് കണ്ടു, നോട്ട്സ് എഴുതിയെടുത്തു, ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി, റിവൈസ് ചെയ്തു, ക്വസ്റ്റ്യൻസ് ചെയ്തു. അതിനുശേഷം ഈ ടോപ്പിക്കിന്റെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങാം. അതായത് ഇപ്പോൾ സ്ട്രെസ് ട്രെയിൻ ആണ് പഠിച്ചു കഴിഞ്ഞെങ്കിൽ അതിന്റെ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. എല്ലാ ബുക്കും അടച്ചു വെച്ചിട്ട്, നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെയല്ല, എല്ലാ ബുക്കും അടച്ചു വെച്ചിട്ട് ടൈമർ ഓൺ ചെയ്ത് ചെയ്യാൻ നോക്കുക. പിന്നെ എല്ലാ ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞ ഒരു സബ്ജക്റ്റ് ഒക്കെ തീരുമ്പം ലാസ്റ്റ് സ്റ്റേജിൽ ചെയ്യേണ്ടതാണ് മോക്ക് ടെസ്റ്റ്. പക്ഷേ ഈ ടെസ്റ്റ് എഴുതുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സാമിനെ മോക്ക് ചെയ്യുകയാണ്. ഒരു എക്സാമിന്റെ പേടി പോവാനും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാനും വേണ്ടിയിട്ടാണ്. സോ ഇങ്ങനെ ചെറിയ ചെറിയ ടെക്നിക്സ് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. സബ്ജക്ട്സ് AEക്കും ഓവർസിയറിനും ഒരേപോലത്തെ സബ്ജക്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ സബ്ജക്ട്സ് നമുക്ക് ക്ലബ് ചെയ്ത് പഠിക്കാൻ പറ്റും, ഇതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ അനാലിസിസ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോസ് ഒക്കെ തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ AE ഓവർസിയർ ഗ്രേഡ് 1 എക്സാംസ് ഞാൻ പറഞ്ഞു ഒരുമിച്ച് തയ്യാറെടുക്കാൻ പറ്റും. AE ലെവലിൽ പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഓവർസിയർ ഗ്രേഡ് 1 എക്സാം പെട്ടെന്ന് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് രണ്ടും ക്ലബ് ചെയ്ത് നമ്മൾ എൻട്രി പിനാക്കിൾ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ച് നമ്മൾ ജനുവരി 10-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അത് ഓവർസിയർ ഗ്രേഡ് 1 മാത്രം ബാച്ചാണ്. നിങ്ങൾക്ക് രണ്ടും ക്ലബ് ചെയ്ത് പഠിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് പിനാക്കിൾ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.